ഇന്നത്തെ റീഡിംഗ് ടോപ്പിക് എന്ന് പറയുന്നത് നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയത്ത് നിങ്ങളോടുള്ള ആറ്റിറ്റ്യൂഡിൽ എന്തെങ്കിലും ഒരു ചേഞ്ചസ് വന്നിട്ടുണ്ടോ എന്നുള്ളതാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇവിടെ എന്ന് പറയുന്നത് നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാതിരുന്നൊരു സമയത്ത് നിങ്ങളെ വളരെയധികം ചീറ്റ് ചെയ്ത് പോയിട്ടുള്ളൊരു വ്യക്തിയാണ് ഈ ഒരു പേഴ്സൺ എന്ന് പറയുന്നത്. അതായത് നിങ്ങൾ ഒരു പെർസെൻറ്റേജ് പോലും ഈ ഒരു പേഴ്സൺ ഇങ്ങനെ ചെയ്യും അല്ലെങ്കിൽ പറയുമെന്നുള്ള രീതിയിൽ ഓർത്തിട്ട് കൂടിയില്ല. അപ്പം അങ്ങനെ ഒരു രീതിയിലും നിങ്ങൾ അവിശ്വസിക്കാത്തൊരു വ്യക്തി പെട്ടെന്ന് തന്നെ നിങ്ങളുടെ വിശ്വാസത്തെ നഷ്ടപ്പെടുത്തി പോവാന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് കംപ്ലീറ്റ്ലി ഭയങ്കരമായിട്ട് നിങ്ങൾ ഡിപ്രഷനിലേക്കും അതുപോലെ തന്നെ അതിനുശേഷം നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ട് ആണെങ്കിലും പുതിയതായിട്ട് ലൈഫിലേക്ക് വരുന്ന ഫ്രണ്ട്സ് ആണെങ്കിലും ഒക്കെ തന്നെ ഒരു ലിമിറ്റ് ഇട്ടാണ് നിങ്ങൾ നിൽക്കുന്നത്. അതായത് നിങ്ങൾക്കൊരു സംശയത്തോടു കൂടി നിങ്ങളിപ്പോൾ നോക്കുന്നുണ്ട്, അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി നിങ്ങൾ ആരെയും കണ്ണടച്ച് വിശ്വസിക്കരുതെന്നുള്ളൊരു പാഠം ഈ ഒരു പേഴ്സൺ നിങ്ങളെ പഠിപ്പിച്ചിട്ടാണ് പോയിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ ഒരു പേഴ്സൻ്റെ ലൈഫിലേക്ക് കടന്നു വന്നിട്ടുള്ള ആ ഒരു സിറ്റുവേഷൻ, അതായത് നിങ്ങളിൽ നിന്നും ഒരു അകലം പാലിക്കാനായിട്ട് ഇവർ തീരുമാനിച്ചിട്ടുള്ള ആ ഒരു ടൈം എന്ന് പറയുന്നത് വളരെ ക്വിക്ക് ഡിസിഷൻ ആയിരുന്നു. അതായത് നിങ്ങളെ ഒന്ന് വേദനിപ്പിക്കണമെന്ന് വിചാരിച്ചിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഒരു കോൺഫ്ലിക്റ്റ് ഒക്കെ വന്നിട്ടുള്ള സമയത്ത് പെട്ടെന്ന് തന്നെ നിങ്ങളെ ഒന്ന് വിഷമിപ്പിക്കണം, അത് ഞാൻ റിലേഷൻഷിപ്പിൽ നിന്ന് പോവുകയാണ് എന്നുള്ള രീതിയിൽ പെട്ടെന്ന് തന്നെ ക്വിക്കായിട്ടുള്ള ഡിസിഷൻ എടുത്ത് പോയിട്ടുള്ളതാണ്. അതിപ്പോൾ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ വന്ന് നിൽക്കുന്നുണ്ടായിരുന്നെങ്കിലും മേ ബി അവരോട് കൂടി അനുകൂലമായിട്ട് പോയിട്ടുള്ളതുമായിരിക്കാം. അപ്പം എന്താണെങ്കിലും നിങ്ങൾ ഒരിക്കലും അങ്ങനെ ചിന്തിച്ചിട്ടില്ല. എല്ലാ പ്രശ്നങ്ങളും സോൾവ് ചെയ്ത് കൊണ്ടുപോയിട്ടുള്ള റിലേഷൻഷിപ്പാണ്. പെട്ടെന്ന് എന്ത് പറ്റി എന്നുള്ള രീതിയിലാണ്, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യുമെന്ന് നിങ്ങളും വിചാരിച്ചില്ല അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും. അപ്പം ഇവിടെ ഈ ഒരു വ്യക്തിക്ക് ക്വിക്കായിട്ടുള്ളൊരു ഡിസിഷൻ ആയതുകൊണ്ട് തന്നെ ആ ഒരു ടൈമിൽ നിങ്ങളുള്ള ദേഷ്യം നല്ലതുപോലെ ഉണ്ടായിരുന്നു. ആ സമയത്ത് എടുത്തിട്ടുള്ള തീരുമാനത്തിലാണ് മുന്നോട്ട് പോയിട്ടുള്ളത്. പക്ഷെ അതിനുശേഷം വളരെ കുറച്ച് സമയം, അതായത് നിങ്ങൾ കുറേ നാൾ ഈ ഒരു പേഴ്സണിന് വേണ്ടിയിട്ട് കരഞ്ഞ് അല്ലെങ്കിൽ ഈ റിലേഷൻഷിപ്പിൽ ഇത്രയും ഈ ഒരു സിറ്റുവേഷനിൽ നിന്ന് കരകയറാനായിട്ട് പെടാപ്പാട് പെട്ടിട്ടുള്ള ആ ഒരു ടൈമിലെ ആ ഒരു ടൈം വരെയൊക്കെ ഇവർ ഹാപ്പി ആയിട്ട് ഒരുവിധം ഓക്കെ ഓക്കെ ആയിട്ടൊക്കെ നിന്നിട്ടുണ്ട്. പക്ഷെ അതിന് ശേഷം എന്ന് പറയുന്നത് നിങ്ങൾ ഒരുവിധം ഓക്കെ ആയി, നിങ്ങൾ സെൽഫ് ഫോക്കസ്ഡ് ആയി, നിങ്ങൾ നിങ്ങളുടെ ഒരു ഹാപ്പിനെസ്സിലേക്ക് വരുന്ന സമയത്ത് ആ ഒരു ടൈം ആയപ്പോൾ തൊട്ട് തന്നെ ഈ ഒരു പേഴ്സണ് വളരെയധികം ചേഞ്ചസ്, അതായത് വന്നത് അബദ്ധമായി പോയി അല്ലെങ്കിൽ ആ ഒരു ക്വിക്ക് ഡിസിഷൻ എടുത്തത് ലൈഫിൽ ഏറ്റവും തെറ്റായ തീരുമാനമായി പോയി എന്നുള്ള തോട്ട്സ് ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ കറണ്ട് എനർജി എന്ന് പറയുന്നത് ഇവിടെ കിട്ടിയിട്ടുള്ളതെല്ലാം തന്നെ ഒരു റീയൂണിയന് വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്ന വ്യക്തിയാണ്. തുടക്കത്തിൽ തന്നെ കിട്ടിയിട്ടുള്ള ഡെവിൽ കാർഡ് ആണെങ്കിലും മേ ബി നിങ്ങളെ ഒരു നേരിൽ കാണാനൊക്കെ ഒരുപാട് ആഗ്രഹമുള്ളൊരു ടൈമായിട്ട് കാണുന്നുണ്ട്. ഈ ഒരു പേഴ്സൺ നേരിട്ട് സംസാരിക്കാൻ ആഗ്രഹമുള്ളതായിട്ട് തോന്നുന്നുണ്ട്. നോ കപ്സ് ആണെങ്കിലും ഏസ് ഓഫ് സ്വാർഡ്സിന്റെ എനർജി കാണിച്ചു വരുന്നത് ഭയങ്കരമായിട്ടുള്ള മെമ്മറീസ് വരുന്നുണ്ട്. ചെറിയ ചെറിയ ഗിഫ്റ്റുകളൊക്കെ റിലേഷൻഷിപ്പിൽ ഇരുന്ന സമയത്ത് കൊടുത്തതൊക്കെ ആ ഒരു ടൈമിൽ അത്ര വാല്യുബിൾ ആയിട്ടൊന്നും തോന്നിയില്ല. ഇറ്റ്സ് ഒരു സാധാ ഗിഫ്റ്റ് എന്നുള്ള രീതിയിൽ തന്നെ എടുത്തു വെച്ചിട്ടുണ്ട്. പക്ഷെ ഈ ഒരു സമയം എന്ന് പറയുമ്പോൾ അതൊക്കെ എത്രത്തോളം വാല്യുബിൾ ആയിരുന്നു, ആ ഒരു മൊമെന്റ് ഒക്കെ എത്രത്തോളം പ്രീഷ്യസ് ആയിരുന്നു എന്ന് തോന്നുന്നുണ്ട്. കമ്പയർ ചെയ്യുമ്പോൾ, അതായത് ഇപ്പോഴത്തെ ആ ഒരു സാഹചര്യവും ആ ഒരു സിറ്റുവേഷനൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ അത് എത്രത്തോളം വാല്യുബിൾ ആയിരുന്നു എന്ന് തോന്നുന്നുണ്ട്. അതുപോലെ തന്നെ ടെൻ ഓഫ് പെന്റാക്കിൾസ് ആണെങ്കിലും ടു ഓഫ് കപ്സ് ആണെങ്കിലും ഒരു റീയൂണിയൻ ഉണ്ടാകാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു പേഴ്സണെയാണ് കാണുന്നത്. എത്രയും പെട്ടെന്ന് തന്നെ ഒരു റീയൂണിയൻ ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ക്യൂനോ കപ്സ് ഒക്കെ ഭയങ്കരമായിട്ട് ഈ ഒരു പേഴ്സൺ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. നമ്മളിവിടെ നോക്കിയിട്ടുണ്ടായിരുന്നത് നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയത്ത് നിങ്ങളോടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് എന്താണെന്നുള്ളതാണ്. വളരെ സ്നേഹത്തിലുള്ള ഒരു സമീപനം തന്നെയാണ് ഈ ഒരു പേഴ്സണിന്റെ മനസ്സിലുള്ളത്. വളരെയധികം നിങ്ങളെ അവരുടെ ലൈഫിലേക്ക് കൊണ്ടുവരാനായിട്ട് അവർ ആഗ്രഹിക്കുന്നുണ്ട്. അട്രാക്ട് ചെയ്യാനായിട്ട് അവരെ കൊണ്ട് പറ്റുന്ന രീതിയിൽ അവർ ചെയ്യുന്നുണ്ട്, മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്, പ്രേ ചെയ്യുന്നുണ്ട്. യൂണിവേഴ്സിൽ ഒരുപാട് ട്രസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകുന്ന ഒരു പേഴ്സണെയാണ് കാണുന്നത്. സ്പിരിച്വലി ഒന്നും ഒരുപാട് കണക്റ്റഡ് അല്ലാത്തൊരു പേഴ്സൺ ആണ് ഈ ഒരു വ്യക്തി എന്നുണ്ടെങ്കിൽ, ഇപ്പം മേ ബി നിങ്ങളാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ സ്പൈ ചെയ്യുന്ന സമയത്തൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടായിരിക്കാം സ്പിരിച്വലി കുറെ കൂടി കണക്റ്റഡ് ആയിട്ട് നിൽക്കുന്നുണ്ട്. ഒരുവൻ്റെ മതവിശ്വാസം അനുസരിച്ചുള്ള ആരാധനാലയങ്ങളിലൊക്കെ പോകാനായിട്ട് കുറച്ച് മടിയുള്ളൊരു വ്യക്തി ആയിരുന്നു എങ്കിൽ, അല്ലെങ്കിൽ അത്ര കാര്യമായിട്ട് പോയി തൊഴാനും ഒന്നും വലിയ കാര്യമായിട്ട് നിൽക്കാത്തൊരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് ഇവർ പോകുന്നതും അല്ലെങ്കിൽ അങ്ങനെ പോയി പ്രാർത്ഥിക്കുന്നതും ഒക്കെ നിങ്ങൾ കാണുന്നുണ്ടായിരിക്കും. ഇപ്പം എന്താണെന്നുണ്ടെങ്കിലും ഇവരിപ്പോൾ യൂണിവേഴ്സിനെ കൂട്ടിപ്പിടിച്ച് വളരെയധികം ശക്തിയോടുകൂടി മാനിഫെസ്റ്റ് ചെയ്യുന്നതിൻ്റെ സാഹചര്യങ്ങൾ മാറാനായിട്ടും നിങ്ങൾ അവരോട് ക്ഷമിക്കാനും വേണ്ടിയിട്ടും ഒക്കെ തന്നെ അവർ പ്രാർത്ഥിക്കുന്നതായിട്ടാണ് കാണുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു എനർജിയാണ് ഇന്നത്തെ റീഡിങ്ങിൽ കിട്ടിയിട്ടുണ്ടായിരുന്നത്.